ഇന്ന് നമ്മൾ നോക്കുന്നത് അക്രോസ് എന്നതും ത്രൂ എന്നുള്ള രണ്ട് വാക്കാണ്. ഇവിടെ അക്രോസ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം കുറുകെ എന്നർത്ഥം ഉണ്ട്. അപ്പുറം മുതൽ ഇപ്പുറം വരെ അല്ലെങ്കിൽ ഇപ്പുറം മുതൽ അപ്പുറം വരെ എന്ന അർത്ഥവും ത്രൂ എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്നുള്ള അർത്ഥവുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ അക്രോസും ത്രൂ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹി വാക്ക്ഡ്, he walked across the main road. He walked across the main road എന്ന് പറഞ്ഞാൽ അവൻ മെയിൻ റോഡിന് കുറുകെ നടന്നു എന്നാണ് അർത്ഥം. He walked across the main road. ഇവിടെ നമ്മൾ I heard that news through WhatsApp. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ത്രൂ എന്നുള്ള അർത്ഥത്തിൽ ഐ ഹേർഡ് ദാറ്റ് ന്യൂസ്, ഞാൻ ആ ന്യൂസ് കേട്ടു ത്രൂ വാട്സപ്പിലൂടെ എന്നുള്ള അർത്ഥത്തിൽ. ഐ ഹേർഡ് ദാറ്റ് ന്യൂസ് ത്രൂ ദ മൊബൈലിലൂടെ ഞാനത് കേട്ടു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ത്രൂ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിലൂടെ ലൂടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ത്രൂ എന്ന് ഉപയോഗിക്കുന്നത്. അക്രോസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കുറുകെ എന്നുള്ള അർത്ഥത്തിലും അതുപോലെ തന്നെ ഇപ്പുറം മുതൽ അപ്പുറം വരെ എന്നുള്ള അർത്ഥത്തിലുമാണ് ത്രൂ അക്രോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് വാക്കുകൾ, ഇത് രണ്ട് പ്രൊപ്പോസിഷനിലുള്ള വാക്കുകളാണ് അക്രോസ് എന്നതും ത്രൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ത്രൂ എന്ന് പറയുന്നതും അക്രോസ് എന്ന് പറയുന്ന വാക്കുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.